Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 23 വ്യാഴാഴ്ച 4 PM ന്യൂസ് ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. രാജ്യത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കാൻ ബഹ്റിൻ തീരുമാനിച്ചു. ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതിയുടേതാണ് ഈ നിർണായക തീരുമാനം. പദ്ധതിയുടെ ഭാഗമായി ബഹ്റിൻ പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ കരാർ 2030 വരെ നീട്ടി നൽകിയിട്ടുണ്ട്. ഈ വർഷം 2 ബസ്സുകളും പതിറ്റാണ്ടിൻ്റെ അവസാനത്തോടെ 35 ഇലക്ട്രിക് ബസ്സുകളും സർവീസ് നടത്തും. കൂടാതെ നിർമ്മാണ സാമഗ്രികൾക്കായി പുതിയ മറൈൻ ബെർത്ത് സ്ഥാപിക്കാനും 840 മീറ്റർ നീളമുള്ള വടക്കൻ ഈസ ടൗൺ ഇന്റർചേഞ്ച് പാലം ദിവസങ്ങൾക്കകം തുറക്കാനും തീരുമാനം. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്നതിൽ സ്വകാര്യ മേഖല വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ പ്രസ്താവിച്ചു. ബഹ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ നബീൽ ഖാലിദ് കാനുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ബിസിനസ് സമൂഹവുമായുള്ള സഹകരണം അത്യാവശ്യമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഭക്ഷണ ഡെലിവറി ആപ്പുകൾ ഈടാക്കുന്ന ഭീമമായ കമ്മീഷൻ തുകയ്ക്ക് നിശ്ചിത പരിധി നിശ്ചയിക്കണമെന്ന ആവശ്യവുമായി ബഹ്റിൻ പാർലമെന്റ് MP ജലീല അലവിയാണ് സഭയിൽ നിർദ്ദേശം സമർപ്പിച്ചത്. നിലവിൽ ഓരോ ഓർഡറിലും 25 മുതൽ 30% വരെ കമ്മീഷൻ ഈടാക്കുന്നത് മൂലം ചെറുകിട റെസ്റ്റോറൻറ്റുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അമിത കമ്മീഷനും ന്യായരഹിതമായ നിബന്ധനകളും നിയന്ത്രിക്കാൻ സമഗ്രമായ നിയമനിർമ്മാണം നടത്തണമെന്ന് നിർദ്ദേശത്തിൽ ആവശ്യപ്പെടുന്നു. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ മരുന്ന് വിതരണവും സ്റ്റോക്ക് മാനേജ്മെന്റും കൂടുതൽ കാര്യക്ഷമമാക്കാൻ നൂതന റോബോട്ടിക് സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്നു. ഫാർമസി ഓട്ടോമേഷൻ പദ്ധതിയുടെ ഭാഗമായി ഔട്ട് പേഷ്യന്റ് ഫാർമസിയിൽ റോബോട്ടുകളെയും വാർഡുകളിൽ ഓട്ടോമേറ്റഡ് ക്യാബിനറ്റുകളും സജ്ജീകരിക്കും. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻത് അൽ സയ്യിദ് ജവാദ് ഹസൻ സ്ഥലം സന്ദർശിച്ചു. ഗ്യാരേജിൽ നൽകി അറ്റകുറ്റപ്പണി നടത്തിയതിന് തൊട്ടുപിന്നാലെ കാറിന് തീപിടിച്ച സംഭവത്തിൽ ബഹ്റിനി വനിതയ്ക്ക് 2615 ദിനാർ നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവ് ഹൈ സിവിൽ അപ്പീൽ കോടതി ശരിവച്ചു. അറ്റകുറ്റപ്പണിക്കിടെ ഇന്ധനച്ചോർച്ചയ്ക്ക് ഇടയാക്കും വിധം മെക്കാനിക്കുകൾ വരുത്തിയ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമായതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വ്യാജ സിം കാർഡ് നിർമ്മിച്ച് വ്യവസായിയുടെ ബെനഫിറ്റ് പേ അക്കൗണ്ടിൽ നിന്ന് 2490 ദിനാർ തട്ടിയെടുത്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട ബഹ്റിനി പൗരനെ മാനസിക പരിശോധനയ്ക്ക് വിധേയനാക്കാൻ 5ാം ഹൈക്രിമിനൽ അപ്പീൽ കോടതി ഉത്തരവിട്ടു. 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി അപ്പീൽ നൽകിയതിനെ തുടർന്ന് കുറ്റകൃത്യ സമയത്തെ മാനസിക നില വ്യക്തമാക്കാനാണ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഔദ്യോഗിക സിവിൽ ഡിഫൻസ് സേവനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബാങ്കിംഗ് വിവരങ്ങളും പാസ്വേഡുകളും ചോർത്തുന്ന BH അലേർട്ട് എന്ന വ്യാജ ആൻഡ്രോയിഡ് ആപ്പിനെതിരെ സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. അടിയന്തര സാഹചര്യങ്ങൾ മുതലെടുത്ത് പ്രചരിക്കുന്ന ഈ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ OTPയും ബാങ്ക് വിവരങ്ങളും തട്ടിയെടുക്കാൻ സാധിക്കും. അജ്ഞാത ലിങ്കുകൾ വഴി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് KMCC ബഹ്റിൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭാഷാ സമര അനുസ്മരണ സമ്മേളനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. അനുസ്മരണ സമ്മേളനം ജൂലൈ 31 വെള്ളിയാഴ്ച വൈകുന്നേരം 7:30 മനാമയിലെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷരീഫ് കുറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പരിപാടിയുടെ പ്രചരണാർത്ഥം ജൂലൈ 24 വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ 11 മണി വരെ മനാമ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലിൽ
സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും. ക്യാമ്പിൽ 7 പരിശോധനകൾ സൗജന്യമായിരിക്കും. കൂടാതെ അന്നേ ദിവസം മറ്റ് ലാബ് പരിശോധനകൾക്ക് 50% ഇളവും ലഭിക്കും. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 33495982 33165242 എന്നീ നമ്പറുകളിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ KMCC സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കാട്ടിൽപീടിക, ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ 2026-2028 കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണ ചടങ്ങും വിളക്കുമരം 2026 സുവനീർ പ്രകാശനവും നാളെ വൈകുന്നേരം 6 മണിക്ക് KCA ഹാളിൽ വെച്ച് നടക്കും. ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ മുൻ ചെയർമാനും KPA രക്ഷാധികാരിയുമായ പ്രിൻസ് നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് KPAയുടെ കലാസാംസ്കാരിക വിഭാഗങ്ങളായ KPA സിംഫണി, പ്രവാസി ശ്രീ സൃഷ്ടി, ചിൽഡ്രൻസ് പാർലമെന്റ് എന്നിവയിലെ കലാകാരന്മാർ അണിനിരക്കുന്ന വർണ്ണാഭമായ സംഗീത നൃത്ത പരിപാടികളും അരങ്ങേറും. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സംഘടനയായ AKCCയുടെ റോമിൽ നടക്കുന്ന ആഗോള സമ്മേളനത്തിന്റെ പതാക പ്രയാണത്തിന് ബഹ്റിനിൽ ഊഷ്മള സ്വീകരണം നൽകി. ബഹ്റിൻ AKCC പ്രസിഡന്റ് ചാൾസ് ആലുക്കയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വോയിസ് ഓഫ് ട്രിവാൻഡ്രം ബഹ്റിൻ ഫോറത്തിന്റെ 2026 ഓണാഘോഷങ്ങളുടെ സ്വാഗത സംഘം രൂപീകരിച്ചു. വിപുലമായ കലാകായിക പരിപാടികളോടെയും ഓണസദ്യയോടെയും സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികളുടെ ജനറൽ കൺവീനറായി ഗോകുലിനെ തിരഞ്ഞെടുത്തു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.